ആലപ്പുഴയിലെ ഒരു പട്ടാള വീടിന്റെ വിശേഷങ്ങളാണ് ഇനി. മുഹമ്മദ് തണ്ണീർമുക്കം റോഡിലാണ് ദി ആർമി ഹൗസ് എന്ന വീട്. 37 വർഷം രാജ്യസേവനം നടത്തിയ കേണലും മേജറുമൊക്കെ ഈ വീട്ടിലുണ്ട്. ഇതാണ് ആലപ്പുഴയിലെ പട്ടാള വീട്, ദി ആർമി ഹൗസ്. ഈ വീടും ഇവിടുത്തെ വീട്ടുകാരെയും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. Good morning. Hello, very good morning. Welcome to the Army House, Nisha. I am Colonel Jairaj and this is my wife. I am Chandni Jairaj. Please come. സൈന്യത്തിൽ നിന്ന് കേണലായി വിരമിച്ച KB ജയരാജിന്റെയും സൈനിക സ്കൂൾ അധ്യാപികയായിരുന്ന ചാന്ദിനിയുടെയും വീടാണ് ദി ആർമി ഹൗസ്. ഇവരുടെ ഏക മകൻ ജിക്കി ജയരാജ് സൈന്യത്തിൽ ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മേജറാണ്. 2022 ഡിസംബറിലാണ് കേണൽ ജയരാജ് വിരമിച്ചത്. വിശ്രമ ജീവിതത്തിനായി നാട്ടിൽ സ്വപ്ന ഭവനം പണിതപ്പോൾ പട്ടാള കുടുംബം വീടിന് ദി ആർമി ഹൗസ് എന്ന് പേര് നൽകി. 1974 മുതൽ 2022 ഡിസംബർ വരെ ഞാൻ യൂണിഫോമിലായിരുന്നു. അപ്പോൾ 37 ഇയേഴ്സ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനും ആർമിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരു മേജറാണ് വിത്ത് 10 years ഓഫ് സർവീസ്. അപ്പോൾ ഞങ്ങൾ 3 തലമുറകളായിട്ട് ആർമിയിലാണ്. അത് കൂടാതെ എൻ്റെ വൈഫ് ആർമിയിൽ തന്നെ ആർമി പബ്ലിക് സ്കൂളിൽ ടീച്ചറായിരുന്നു ഏകദേശം 15 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് താമസിച്ചു തുടങ്ങിയത്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങളുടെ ഫാമിലി കണ്ടിരിക്കുന്ന ജീവിതം മുഴുവൻ ആർമിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആർമി ഹൗസ് എന്ന് പേരിടാൻ തീരുമാനിച്ചത്. ദി ആർമി ഹൗസ് മുഴുവൻ പട്ടാള ടച്ചാണ്. ഇവിടെ എത്തുന്നവർക്ക് കാണാനായി എല്ലാം ഭംഗിയായും വൃത്തിയായും ഒരുക്കിയിട്ടുണ്ട് ജയരാജും ശാന്തിനിയും. ഈ ആർമി ഹൗസിലെ ഹൈലൈറ്റ് മുറ്റത്തെ പീരങ്കി രൂപത്തിലുള്ള കിണറാണ്. ഞങ്ങൾ ആർമി ഹൗസ് വെച്ചപ്പോൾ തന്നെ കിണറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ ഒരു നോർമൽ കിണറായി വേണ്ട, അതിനൊരു ഡിസൈൻ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പം നാട്ടിലൊക്കെ കാണുന്ന പോലെ ഡിസൈൻ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ മോൻ സജസ്റ്റ് ചെയ്തു എനിക്കൊരു പീരങ്കിയുടെ ഫോട്ടോസ് കുറേ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിനോട് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു ഏതാ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ ഒരാളിവിടെ കിട്ടുമോയെന്ന്. അപ്പോൾ ഒരു ശില്പിയെ കണ്ടുപിടിച്ചു ഞങ്ങൾ. ഇവിടെ അടുത്തുള്ള ഒരു ശില്പി തന്നെ, നമുക്ക് അറിയാൻ വയ്യായിരുന്നു ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേണം ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രം മതിയെന്നും പറഞ്ഞു. അപ്പോൾ ആ മെറ്റീരിയൽ കൊണ്ട് ഒരു ഫിനിഷിങ് ചെയ്ത് ഇങ്ങനെ തന്നു. പിന്നെ ബാക്കി കുറച്ച് പോരായ്മയുള്ള ഹസ്ബൻഡ് ലീവിൽ വന്നപ്പോൾ പറഞ്ഞത് കറക്റ്റാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പീരങ്കി ഇതിൻ്റെ മുകളിൽ. അപ്പോൾ തൊട്ട് ആൾക്കാർ ആർമി ഹൗസിനെ ഒന്ന് നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റിയ അങ്ങനെ ആർമി ഹൗസിൻ്റെ. കുമാർ റെജിമെന്റ് ഇൻഫൻട്രി വിഭാഗത്തിൽ കേണലായിരുന്ന KB ജയരാജ് കാർഗിൽ, ഓപ്പറേഷൻ മേഘദൂത് അടക്കം രാജ്യത്തെ പല നിർണായകമായ ഓപ്പറേഷനുകളുടെയും ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല പല എക്സ്പീരിയൻസ് ആണുണ്ട്. ഞാൻ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ 4 ഓപ്പറേഷൻസിൽ ഞാൻ പാർട്ടായിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റിലും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് നാഗാലാൻഡിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ
സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ടെമ്പറേച്ചേഴ്സ് -40 ഡിഗ്രീസ് വരെ വരും. അത് വിൻഡ് ചിൽ ഫാക്ടർ എന്ന് പറയുന്ന കാറ്റടിക്കുമ്പോഴുള്ള തണുപ്പ് കൂടെ കൂടിയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് നോക്കുകയാണെന്നെങ്കിൽ ആംബിയൻ ടെമ്പറേച്ചേഴ്സ് -64 ഡിഗ്രീസ് വരെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയയിൽ ഞാൻ 3 പ്രാവശ്യം സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യം, ഞാൻ കാർഗിൽ വാറിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. മകൻ ജിക്കി ജയരാജ് ഇപ്പോൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. ദി ആർമി ഹൗസിൽ അമ്മ ചെമ്പകവല്ലിക്കൊപ്പം വിശ്രമ ജീവിതത്തിലാണ് കേണൽ ജയരാജും ചാന്ദിനിയും. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.